ഭരണകൂടത്തിനെതിരാക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയില്ലേ? നിശബ്ദതയല്ല ഞങ്ങൾക്കുള്ള മറുപടി. മൗനം വെടിഞ്ഞ് മറുപടി പറയൂ. ക്രിസ്തുമതം ഉപേക്ഷിച്ച് ജോബ് ദേവനെ ആരാധിച്ച് അർച്ചന നടത്താൻ എന്തേ നിനക്ക് കഴിയാത്തെ? മൗനം ഭയം കൊണ്ടല്ല. എന്റെ ജീവിതവും ആത്മാവും ഈ ശരീരവും ഞാൻ ക്രിസ്തുദേവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാനും പ്രവർത്തിക്കാനും എനിക്ക് കഴിയില്ല. എന്ത് നേടാനാണ് ഈ പിടിവാശി? മരണമുഖത്ത് നിൽക്കുമ്പോൾ പോലും നിന്റെ നാവ് ധിക്കാരത്തിന്റെ ഭാഷയാണ് മൊഴിയുന്നത്. ചോദ്യത്തിന് ഉത്തരമല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടത്? ഉത്തരം പറയുന്നത് ഞാനാകുമ്പോ നിങ്ങൾ ആഗ്രഹിച്ച മറുപടി തരാൻ എനിക്ക് കഴിയില്ല. ആവേശം നല്ലതിനല്ല, അതിൽ കിടന്ന ആത്മവിശ്വാസം അത് നിന്നെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാന്ന് എനിക്കറിയാമോ? അറിയില്ല. ഒന്നറിയാം, ജനനവും മരണവും അതിനിടയിലുള്ള യാത്ര. ആ യാത്രയിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ട യാത്രകൾ ഉണ്ടാവും, യാതനകളും ഉണ്ടാവും. എന്തായാലും ആ വേദന ഏറ്റുവാങ്ങാൻ എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല. ഇനിയും സമയം വൈകിയിട്ടില്ല. നിന്റെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ക്രിസ്തു മതത്തെ അംഗീകരിക്കുന്നില്ലെന്നും ആ സഭയെ വെറുക്കുന്നുവെന്നും പറഞ്ഞാൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ഏറെയാണ്. എന്റെ യേശുനാഥനെ തള്ളിപ്പറഞ്ഞു കിട്ടുന്ന സൗഭാഗ്യങ്ങൾ എന്ത് സന്തോഷമാണ് എനിക്ക് നേടിത്തരുന്നത്. ആ മഹാസഭയെ ദ്രോഹിച്ചിട്ട് നേടിയെടുക്കുന്ന സുഖ സൗകര്യങ്ങൾ എനിക്ക് നരകതുല്യമാണെന്ന് അറിയുക. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക അനസ്താസിയ, നിന്റെ യേശുദേവനും സഭയും റോമാ സാമ്രാജ്യത്തിന്റെ ശത്രുപക്ഷത്താണ്. ആ നാമം ഉച്ചരിക്കാൻ പാടില്ല. അതാണ് ഉപേക്ഷിച്ചില്ല. ഒരിക്കലും എനിക്ക് കഴിയില്ല. എന്റെ ബാല്യം മുതൽ എന്റെ അമ്മ ചൊല്ലുന്ന യേശുനാമം ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. റോമാ സാമ്രാജ്യത്തിനോടുള്ള നിന്റെ ഈ വെല്ലുവിളി നിനക്ക് നേടിത്തരുന്നത് പട്ടുമെത്തയല്ല, കൊടും ക്രൂരതയ്ക്ക് നീ വിധേയമാണ്. ഭയമില്ല, ഒപ്പം മരണത്തെ പേടിയും. നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലും, എണ്ണയൊഴിച്ച് വറച്ചട്ടിയിലിട്ട് ചുട്ടുകരിക്കും. ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മരണം, അത് ഏത് രൂപത്തിൽ വന്നാലും പേരപ്പോഴും ഒന്ന് തന്നെ, മരണം. മരണഭയത്തിലും നിനക്ക് പുച്ഛം. കുരിശിൽ തലകീഴായി കെട്ടിത്തൂക്കും. വാളുകൊണ്ട് കഷ്ണമാക്കി നദിയിലേക്ക് എറിയുമ്പോഴും ഈ ആവേശം ഉണ്ടാവണം. തീർച്ചയായും ഉണ്ടാകും. മാറ്റമില്ലാത്ത അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുള്ള തീരുമാനം. കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയുമെന്നാണ് പ്രമാണം. നന്നാവില്ല. റോമാ സാമ്രാജ്യത്തിൽ ജീവിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതില്ലേ പുറം ലോകം കാണിക്കില്ല. എല്ലാവരും പുറത്തു പോയി. എനിക്ക് ഈ സ്ത്രീയോട് വ്യക്തിപരമായി സംസാരിക്കാനുണ്ട്. ഞാൻ നിങ്ങൾ ആദ്യമായിട്ടല്ല കാണുന്നത്. പലവട്ടം പല സ്ഥലത്ത് പല പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന നിങ്ങൾ എന്റെ മനം കവർന്നു. അതാണ് സത്യം. ബഹുമാന്യനായ അങ്ങ് ക്ഷമിക്കും. അങ്ങ് എന്നെ കണ്ടു, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് അങ്ങേ കണ്ടില്ല. കണ്ടാലും അങ്ങേ ഞാൻ ശ്രദ്ധിച്ചു എന്ന് വരില്ല. നല്ല ഉത്തരം. നിങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെ ഉത്തരം പറയാനേ അറിയൂ. എന്നാൽ നീ എന്തിനാ സോഫിയ മഠത്തിൽ ചേർന്നത്? നിന്നെ പോലെ സുന്ദരിയായ ഒരു യുവതിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നീ എന്റെ മനസ്സിനെയും ചിന്തയെയും കീഴടക്കി. അത് അങ്ങയുടെ ബലഹീനത. ശരീരവും സൗന്ദര്യവും നശിക്കും, എന്നാൽ നിലനിൽക്കുന്നത് ആത്മാവിന്റെയും അറിവിന്റെയും സൗന്ദര്യമാണ്. ആയിരിക്കാം. മനുഷ്യൻ ബലഹീനരാണല്ലോ. അതിജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ശരിയാണ് രാജനീതി, അതറിയുക. ഇനി ഞാൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. നിന്നോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ട് ചോദിക്കുകയാ. റോമൻ സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിച്ച് ക്രിസ്തു മതത്തിനൊപ്പം നിന്ന് നിനക്കിവിടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ?